മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് എക്കോണമി സിസ്റ്റം. പ്ലസ് വണ്ണിൽ വ്യക്തമായിട്ട് പഠിച്ച പോർഷനാണ്. കുറച്ചുകൂടെ 1-2 സെന്റൻസ് കൂടെ ആഡപ്പ് ചെയ്താൽ ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അത് സിമ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ എക്കോണമിക് സിസ്റ്റത്തെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക, അല്ലെ? എക്കോണമികളെ പ്രധാനമായും 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ആ എല്ലാ എക്കോണമിക്കും സെൻട്രൽ പ്രോബ്ലം അഫക്റ്റ് ചെയ്യും എന്നൊക്കെ പഠിച്ചു. എങ്കിൽ ഏതൊക്കെയാണ് ആ എക്കോണമി സിസ്റ്റം എന്ന് പറയുക? ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റ് എക്കോണമി. 2 ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. 3 മിക്സഡ് എക്കോണമി. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് ഈ 3 എക്കോണമി സിസ്റ്റം എന്ന് പറയുക. എന്താണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുക? എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുക? എന്താണ് മിക്സഡ് എക്കോണമി എന്ന് പറയുക? വ്യക്തമായിട്ട് പ്ലസ് 1 പഠിപ്പിച്ചു. എന്താണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുക? എന്താണ് സോഷ്യലിസം എന്ന് പറയുക? It is an economic system. Under this system, all the control and management only in the hands of government, public, state. That means there is no participation of private parties or private individuals. നമുക്കറിയാം, സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ പാർട്ടികൾക്കോ ഒരു ബന്ധവുമില്ലാതെ ഫുൾ കൺട്രോളും ഫുൾ മാനേജ്മെന്റും ഫുൾ ഓണർഷിപ്പും ആര് നടത്തുകയാണെങ്കിൽ, ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റേറ്റ്, ഗവൺമെന്റ്, പബ്ലിക്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഗവൺമെന്റിന്റെ കയ്യിലൂടെ മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സോഷ്യലിസ്റ്റ് എക്കോണമി. നമുക്കറിയാം, ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസുകളുണ്ട്, അല്ലെ? എക്കോണമിക് ആക്ടിവിറ്റീസുകളുണ്ട്. ഓക്കെ, എക്കോണമിക് ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഈ പറയുന്ന എക്കോണമിക് ആക്ടിവിറ്റീസുകൾ ഡൺ ചെയ്യുന്നത് ഇവിടെ ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നമ്മൾ പുതുതായിട്ട് ഈ വർഷം ആഡ് ചെയ്ത പോയിന്റ് ആണ്. എക്കോണമിക് ആക്ടിവിറ്റീസുകളായ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഈ പറഞ്ഞ ആക്ടിവിറ്റികൾ ഫുള്ളായിട്ട് ക്യാരി ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ആരായിരിക്കും? സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് ആയിരിക്കും. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ? Then under this system, all the decisions are taken by government through planning mechanism. It's a very important. What is planning mechanism? Central Planning Authority. Okay, ഇവർക്കൊരു സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാവും. ആ പ്ലാനിങ്ങിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? നയങ്ങളൊക്കെ തീരുമാനിച്ച് ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് സോഷ്യലിസ്റ്റ് എക്കോണമിയെ നമ്മൾ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നു, സെൻട്രലി പ്ലാൻഡ് എക്കോണമി. എന്തുകൊണ്ട് സോഷ്യലിസ്റ്റ് എക്കോണമി സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുന്നു? That's a question. Why? Because ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് ഡിസിഷൻ എടുക്കുന്നത് പ്ലാനിംഗ് വഴിയാണ്. All the decisions are taken by government through planning mechanism. അതുകൊണ്ടാണ് ആ പ്ലാനിങ്ങിലൂടെ ഡിസിഷൻ എടുക്കുന്നത് കൊണ്ടാണ് സോഷ്യലിസ്റ്റ് എക്കോണമിയെ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുക. നമുക്കറിയാം, എല്ലാ എക്കോണമികളും അഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇഷ്യൂ ആണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഏതിലൂടെ? പ്ലാനിങ്ങിലൂടെ, പ്ലാനിങ് മെക്കാനിസത്തിലൂടെ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ വർഷം നമ്മൾ അഡോപ്റ്റ് ചെയ്ത പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? പുതിയ പോയിന്റ്, എല്ലാ എക്കോണമിക് ആക്ടിവിറ്റീസുകളും, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എല്ലാം ക്യാരി ഡൗൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും അണ്ടർ സോഷ്യലിസ്റ്റ് എക്കോണമി. അതുപോലെ തന്നെ എവരി എക്കോണമി ഫേസസ് 3 മേജർ സെൻട്രൽ പ്രോബ്ലംസ്, that is what to produce, how to produce and for whom to produce. Under this economy, these all basic problems are solved by government through planning mechanism. Clear ആണല്ലോ?
The main objective of such economy is to making maximum welfare. Okay, not a profit. പിന്നെ എന്താണ് മാക്സിമം വെൽഫെയർ ഉണ്ടാക്കി മാറ്റുക. ദാറ്റ് ഈസ് സൊസൈറ്റിയുടെ ക്ഷേമമാണ് ഈ ഒരു എക്കോണമിയുടെ ലക്ഷ്യമെന്ന് പറയുക. ഓക്കെ, ഇതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് സോഷ്യലിസ്റ്റ് എക്കോണമി? Socialist economy is an economic system. Under this system, all the control and management only in the hands of state or government. That means there is no participation of private parties or individuals. In other words, all the decisions are taken by government through planning mechanism. So it is also called a centrally planned economy. So it is also called a centrally planned economy. All the economic activities like production, distribution, consumptions are carried out by only government or state. Then every economy faces three major basic problems like what to produce, how to produce, and for whom to produce. Under this economy, these basic problems are solved by government through planning mechanism. Clear? Okay, idana socialist economy ennu parayuka. Then the main objective of socialist economy is to rendering service of the society, then welfare of the society. Okay, the second one, capitalist economy. എന്താണ് capitalist economy എന്ന് പറയുക? Capitalist economy is an economic system. Okay, capitalist economy എന്ന് പറയുന്ന ഒരു economic system ആണ്. And another economic system. ഒന്നാമത്തെ socialism, രണ്ടാമത്തെ capitalism. Under this system, or the control and management only in the hands of private parties or private individuals. That means there is no participation of government. In other words, all the decisions are taken by private parties or private individuals through price mechanism. That is a very, very important price mechanism. Okay, you know? So it is also called a market economy. Very, very important. Market economy. എന്തുകൊണ്ട് മാർക്കറ്റ് എക്കോണമി ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. All the economic activities like production, distribution, and consumptions are carried out by private parties or private individuals. Then the issues like what to produce and how to produce and for whom to produce are solved by private parties through price mechanism. Again, price mechanism. Okay, then the main objective of capitalist economy is to making maximum profit and not a welfare of the society. Okay, maximum ലാഭം ഉണ്ടാക്കുക എന്നതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുക. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഡിസിഷൻ എടുക്കുന്നത് സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ ഉടമകളോ ആയിരിക്കും. അവര് എല്ലാ ഡിസിഷനും എടുക്കുന്നത് പ്രൈസ് മെക്കാനിസം വഴിയാണ്. എന്താണ് പ്രൈസ് മെക്കാനിസം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ദെൻ പ്രൈസ് മെക്കാനിസത്തിലൂടെ ആയതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ മാർക്കറ്റ് എക്കോണമി എന്ന് അറിയപ്പെടുന്നു. ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാക്സിമം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇതിനെ മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞു? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്തുകൊണ്ട് മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞു? ബിക്കോസ് നമ്മൾ പറഞ്ഞു that under this system all the decisions are taken by private parties through price mechanism. What is price mechanism? There are two important elements in a market is to demand and supply. That is, these are market forces in the market. രണ്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് ശക്തികളാണ് ഡിമാൻഡും സപ്ലൈ എന്ന് പറയുക. ഈ ഡിമാൻഡും സപ്ലൈയുടെയും ബേസിസിലാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുക? പ്രൈസ് മെക്കാനിസം എന്ന് പറയുക. ഓക്കെ, പ്രോഡക്റ്റ് പ്രൈസസ് ആർ ഫിക്സഡ് ബൈ the forces like demand and supply in the market. എന്നാൽ അതേസമയം ഒരു മാർക്കറ്റിലെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമിയിലാണെങ്കിൽ അത് തികച്ചും ആര് തന്നെയായിരിക്കും? ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് അല്ല പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റിൽ. പിന്നെ മാർക്കറ്റിൽ പ്രോഡക്റ്റിനെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? മാർക്കറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് കമ്പോള ശക്തികളുണ്ട്, ഡിമാൻഡും സപ്ലൈ.
അപ്പൊ അത്രയും പഠിച്ചാൽ മതി. നമുക്ക് അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട് ഡിമാൻഡും സപ്ലൈയും. ആ ഡിമാൻഡും സപ്ലൈ എന്ന് പറയുന്ന ഫോഴ്സിന്റെ ബേസിലാണ് ഒരു മാർക്കറ്റിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റിലെ രണ്ട് പ്രധാനപ്പെട്ട ഫോഴ്സുകളാണ് ഡിമാൻഡ് സപ്ലൈ ആയതുകൊണ്ടാണ് ഇതിനെ പ്രധാനമായിട്ടും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ മാർക്കറ്റ് എക്കോണമി എന്ന് വിളിക്കുക. വൈ? ബിക്കോസ് എന്തുകൊണ്ട് മാർക്കറ്റ് എക്കോണമി എന്ന് വിളിക്കുന്നു? കാരണം മാർക്കറ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈയും ഫോഴ്സ് ആണ്. അതിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുക. ആ രണ്ട് മാർക്കറ്റ് ഫോഴ്സസിന്റെ ബേസിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതുകൊണ്ടാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ മാർക്കറ്റ് എക്കോണമി എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി മിക്സഡ് എക്കോണമിയാണ്. അത് രണ്ടിന്റെയും കോമ്പിനേഷനാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുക. നമുക്കത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഭംഗിയായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.